അപ്പോൾ ഞാൻ ഉത്തരാടം വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണം സ്പെഷ്യൽ വ്ളോഗ് വരുന്നുണ്ട്, ഓണത്തിൻ്റെ അന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗാണ് ഈ വ്ളോഗ്. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം, എന്നാലേ ഓണത്തിന് എന്തൊക്കെയാണ് ഉണ്ടായതെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ മെയിൻ ഇൻസിഡൻസ് മാത്രമല്ല, എല്ലാ ഇൻസിഡൻസും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. സോ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പഴം പുഴുങ്ങിയതും പപ്പടമാണ് കേട്ടോ ഗൈസ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റി സംഭവമാണ്, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ നമ്മൾ നൈസായി ഒന്ന് കിച്ചണിൽ പോയി നോക്കി. അപ്പോൾ ദേ അമ്മ അരിപ്പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അരിപ്പായസമാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അരിപ്പായസം, നല്ല ടേസ്റ്റിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ പായസമൊക്കെ നല്ല സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ പാലട പ്രഥമൻ മേടിക്കുകയും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അരി പായസം ഉണ്ടാക്കിയിട്ടുമുണ്ട് കേട്ടോ. സോ അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ബ്യൂട്ടിഫുൾ കോസ്റ്റ്യൂംസ് ആയിരിക്കും. എന്തോ ഈ ഒരു കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര നല്ലൊരു ഭംഗിയാണ് ഈ കോസ്റ്റ്യൂം കാണാനായിട്ട്. കഴിഞ്ഞ ഓണമല്ല, ഏതൊരു ഓണത്തിൻ്റെ കോസ്റ്റ്യൂമിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഈ ഒരു കോസ്റ്റ്യൂമാണ്. നല്ല രസമുള്ള ഒരു ഡാർക്ക് റെഡിലാണ് വരുന്നത്. ഡാർക്ക് റെഡ് കളറിന് ഡാർക്ക് ലൈൻസും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ലൈൻഡ് ആയിട്ടുള്ള ഒരു പട്ടുപാവാടയാണ് വരുന്നത്. ഇതെൻ്റെ അമ്മ സ്റ്റിച്ച് ചെയ്തതാണ്. സോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ഔട്ട്ഫിറ്റിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഔട്ട്ഫിറ്റ് എങ്ങനെയാണെന്ന് കാണാൻ പറ്റും. സോ അതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ. ദെൻ വേറെ സംഭവം കാണിച്ചു തരാം. കണ്ട കുപ്പിവെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ഇടയ്ക്കിടയ്ക്ക് കുപ്പിവെള്ളം ഇങ്ങനെ പല കളറിലുള്ള കുപ്പിവെള്ളങ്ങളും ഇങ്ങനെ മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ. പിന്നെ കൂടുതൽ മിക്സ് ചെയ്തിട്ടാണ് എനിക്ക് താല്പര്യം. ഇത് ഗോൾഡൻ്റെ വിത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്തിട്ടാണ്. നോർമലി ചെയ്യുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടി എനിക്ക് മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യുമ്പോഴാണ് കുറച്ചും താല്പര്യം. പിന്നെ ഞാൻ കുപ്പിവെള്ളമൊക്കെ ഇട്ടിട്ട്, പിന്നെ എൻ്റെ മെഹന്തീസ് ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇന്നലത്തെ വ്ളോഗിൽ കാണിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ വിട്ടുപോയിട്ട്. അതായത് ഇതാണ് എൻ്റെ മെഹന്തീസ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെഹന്തീസാണ് വരുന്നത്. 2 ഹാൻഡ്സിൽ വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു നെക്ലേസ്, ഒരു വലിയ നെക്ലേസും പിന്നെ ഈ ഒരു കമ്മലാണ് ഞാൻ വെച്ചിട്ട് പെയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫുൾ ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ കൂടെ ഞാൻ ചന്ദനക്കുറിയും കൂടെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഔട്ട്ഫിറ്റ് അല്ലേ, ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് അല്ലേ, അതിന് കുറച്ച് ഭംഗി കൂട്ടാനായിട്ടാണ്. സോ അങ്ങനെയെല്ലാം സെറ്റാണ്. അങ്ങനെ കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നപ്പോൾ ഉച്ചയായി. അപ്പോൾ നമ്മൾ ലഞ്ചിൻ്റെ സെക്ഷനിലേക്ക് കടന്നു കേട്ടോ. ലഞ്ചിന് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അവിയൽ, അച്ചാർ, കാളൻ, ഇഞ്ചുമ്പുളി, ഒരുപാട് ഐറ്റംസ്, എണ്ണിയാൽ തീരാത്ത അത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ സാമ്പാറൊക്കെ കൂട്ടി എല്ലാ കറികളും മിക്സ് ചെയ്ത് ഇങ്ങനെ എല്ലാം നമ്മൾ മിക്സ് ചെയ്തു. ഓലനും പപ്പടവും സാമ്പാറും അച്ചാറെല്ലാം കൂട്ടി മിക്സ് ചെയ്തിട്ട് പിടി അങ്ങോട്ട് പിടിച്ചപ്പോൾ സ്വർഗ്ഗം കണ്ടു ഗൈസ്. അങ്ങനെ 5 ഗ്ലാസ് പായസം കൂടെ കുടിച്ചു. ഗൈസ്, നമ്മുടെ ഫുഡ് കഴിക്കലും പരിപാടികളൊക്കെ ഇതോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് തിരുത്തിക്കാട്ടേക്ക് പോകണം. സോ നമുക്ക് വേഗം അങ്ങോട്ട് പോകാം, എന്നിട്ട് ഇനി അങ്ങോട്ട് എത്തിയിട്ടില്ല വ്യൂസൊക്കെ നോക്കാം കേട്ടോ. ഫൈനലി ഗൈസ്, നമ്മൾ തിരുത്തിക്കാട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് പാടത്തേക്കുള്ള വ്യൂ ആണ് ഗൈസ്, ഒരു ജാതി വ്യൂ ആണ്. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറഞ്ഞ് മതിയാവുന്നില്ല. ഇവിടുത്തെ പാടത്തേക്കുള്ള വ്യൂ നല്ല രസമുണ്ട്. പാടത്ത് ഒരു റോഡ്, 2 സൈഡിലും പാടം. ഞാൻ അത് കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ പോലും നല്ല രസമാണ്. ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല. സോ ഇവിടുന്ന് നല്ല ക്ലിയർ വ്യൂ ആണ്. പിന്നെ അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ കുറച്ച് കുറയുമല്ലോ, കുറച്ച് നല്ല അത്യാവശ്യം കുറഞ്ഞൊരു 4-5 മണിയൊക്കെ ആകുമ്പോഴേക്ക് കുറയും. ആ ഒരു സമയത്ത് നമുക്ക് പാടത്തേക്കൊക്കെ ഒന്ന് പോകാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കാം. ഈ ഒരു വ്യൂ ആണ്. ഞാൻ ഒരുപാട് വീഡിയോസിലെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നല്ല വ്യൂ ആണ്. ആ സൈഡിൽ കൂടെ നോക്കുമ്പോൾ ക്ലിയർ വ്യൂ എന്ന് പറഞ്ഞാൽ ക്ലിയർ വ്യൂ, അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഫൈനലി നമ്മൾ ബണ്ടുംപുറത്തേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഉച്ചത്തെ ഇവിടെ വന്നിട്ടും കുറച്ച് ചിക്കനൊക്കെ ആയിരുന്നു, നോണായിരുന്നു. സോ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബണ്ടുംപുറത്തേക്ക് വന്നേക്കാണ്. നമുക്ക് വ്യൂസ് നോക്കാം. അങ്ങനെ ഡിന്നറിന് മീൻകറി, ചിക്കൻ റോസ്റ്റ്, അവിയൽ, കാളൻ, അച്ചാർ, ഇഞ്ചുമ്പുളി എല്ലാം കൂട്ടി നല്ലൊരു പിടിച്ച് ഗൈസ്. നല്ലൊരു ടേസ്റ്റി ഫുഡായിരുന്നു ഇന്നത്തെ ഫുള്ളി നോക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിച്ച് നമ്മൾ ഫിനിഷ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഓണം വ്ളോഗ് ഇവിടെ ഫിനിഷ് ആവുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.